ഹലോ ഡിയർ സ്റ്റുഡൻസ്, അസ്സലാമു അലൈക്കും. ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് SLC അറബിക് എക്സാമിൽ നമുക്ക് എന്തായാലും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു ബയോഡാറ്റ തയ്യാറാക്കുക എന്നുള്ളത്. ബയോഡാറ്റയ്ക്ക് നമുക്കറിയാം ബയാനത്ത് ഷഖ്സിയ എന്നാണ് പറയാം. ഓക്കെ, അപ്പോൾ ഇതിനുള്ള ചോദ്യം നമ്മളോട് ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും ചോദിക്കുക, അല്ലേ? ഇത് ബയാനത്ത് ഷഖ്സിയ എന്നാണ്. അപ്പോൾ ബയാനത്ത് ഷഖ്സിയ എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വേഗം ഓടി വരേണ്ട ഒരു പിക്ചർ, അല്ലേ? ബയോഡാറ്റ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരേണ്ട ഒരു പിക്ചർ ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ബോക്സ് വരച്ചിട്ടാണ് ഇത് എഴുതേണ്ടത്. ഓക്കെ, ദെൻ രണ്ടാമത്തെ എന്തായിരിക്കണം, അതിൻ്റെ ഒരു ഹെഡിങ് ഉണ്ടാവണം. ഹെഡിങ് കൊടുക്കണം. ഹെഡിങ് എന്താ കൊടുക്കേണ്ടതെന്ന് നിങ്ങൾ ഹെഡിങ് ഒന്നും നോക്കണ്ട, ബയാനത്ത് ഷഖ്സിയ എന്ന് തന്നെയാണ് ഹെഡിങ് കൊടുക്കേണ്ടത്. എന്നിട്ട് അത് മാറാതിരിക്കാനാണ്, കാരണം പ്രൊഫൈലും ചോദിക്കും. അപ്പോൾ രണ്ടും കൺഫ്യൂഷൻ ആവാതിരിക്കാൻ വേണ്ടി പറഞ്ഞു തരാം. ഇത് നമ്മളെ മനസ്സിലേക്ക് വരണം. ഇത് ലൈൻ ബൈ ലൈനായിട്ട് ഇങ്ങനെ ഓരോ പോയിൻ്റ് ബൈ പോയിൻ്റ് ആയിട്ട് എഴുതേണ്ടതാണ് എന്ന് നമ്മുടെ മനസ്സിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കണം. ഓക്കെ, ഇനിയോ ഇങ്ങനത്തെ ഏതെങ്കിലും ഒരു വ്യക്തിയെക്കുറിച്ചുള്ള ഒരു പാരഗ്രാഫ് ആയിരിക്കും നമുക്ക് തരാം. ഓക്കെ, അപ്പോൾ അങ്ങനെ തന്നു കഴിഞ്ഞാൽ ഇതിന് താഴെ മിക്കവാറും നിങ്ങൾക്ക് ഇതേപോലത്തെ അത് ഫില്ല് ചെയ്യേണ്ട കുറേ പോയിൻറ്റ്സ് തരും. ഇത് തന്നില്ലെങ്കിലും ഈ പോയിൻറ്റ്സ് നമ്മുടെ മനസ്സിൽ ഏറെക്കുറെ ഉണ്ടാവണം കേട്ടോ. ഓക്കെ, നമുക്ക് ഈ പോയിൻറ്റ്സിന് മീനിങ് ഒന്ന് ആദ്യം നോക്കാം. എന്താണ്? ഇസ്മുൽ കാമിൽ, പേര് ഇസ്മുൽ കാമിൽ, ഫുൾ നെയിം. ഓക്കെ, അപ്പോൾ ആ പാരാഗ്രാഫിൽ നമ്മൾ ഫുൾ നെയിം കണ്ടെത്തണം. ഇസ്മുൽ വാലിദ്, വാലിദ് ഉപ്പാൻ്റെ പേര്. ഇസ്മുൽ വാലിദത്ത്, ഉമ്മാൻ്റെ പേര്. താരീഖുൽ മീലാദ്, താരീഖ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡേറ്റ് എന്നാണ് അർത്ഥം കേട്ടോ. മീലാദ് ജനന, ഡേറ്റ് ജനന തീയതി. മക്കാൻ എന്ന് പറഞ്ഞ സ്ഥലം എന്നാണ് അർത്ഥം. മക്കാനുൽ മീലാദ്, ജനിച്ച സ്ഥലം. അൽ മൻസിബ്, ഇത് ചില ആൾക്ക് അറിയാത്തവരുണ്ടാവും. ഇതിനർത്ഥം സ്ഥാനം, ഡെസിഗ്നേഷൻ എന്ന, പദവി എന്നൊക്കെയാണ് അർത്ഥം കേട്ടോ. മൻസിബ് എന്ന് പറഞ്ഞാൽ അറിയാത്തൊരു നോട്ട് ചെയ്യുക, സ്ഥാനം, പദവി എന്നൊക്കെ അതിന് അർത്ഥം വരാം. ഓക്കെ, താരീഖ് ഡേറ്റ് നമ്മൾ പഠിച്ചു. വഫാത്ത്, വഫാത്ത് എന്ന് പറഞ്ഞാൽ മരണം, മരിച്ച തീയതി. മക്കാനുൽ വഫാത്ത്, മരിച്ച സ്ഥലം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് കണ്ടെത്താം. ഇസ്മുൽ കാമിൽ എവിടെയാണ് പേരുണ്ടാവുക? ഒരു പാരഗ്രാഫ് കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ തുടക്കത്തിൽ തന്നെ വുലിദ എന്നോ അതല്ലെങ്കിൽ കാന എന്നോ പറഞ്ഞിരുന്നുണ്ടാവും. ഫസ്റ്റിൽ തന്നെ അദ്ദേഹത്തിൻ്റെ പേരുണ്ടാവും, അല്ലേ? അത് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി, വെച്ചാൽ ഗാന്ധിജിയെ കുറിച്ചിട്ടുള്ള ഒരു പാരഗ്രാഫാണ്. അപ്പോൾ പേര് കിട്ടിയല്ലോ. ഇനി നമുക്ക് എന്താണ്? ഇസ്മുൽ വാലിദ്, വാലിദത്ത്. ഇത് രണ്ടും വാലിദിന് പറഞ്ഞ് ചിലപ്പോൾ അബ് എന്ന് കൊടുക്കും. അബുഹു എന്നുണ്ടാവും. വാലിദത്തിന് വരെ വന്നാൽ വാലിദത്തിന് കൊടുക്കില്ല, ഉമ്മുഹു എന്ന് കൊടുക്കും. അപ്പോൾ രണ്ടും കൊടുത്തിട്ട് അത് ആ പാരാഗ്രാഫിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. വാലിദുഹു ഇവിടെ ഉണ്ട്, അല്ലേ? വാലിദത്തു. അപ്പോൾ ഇവിടെയുള്ള ഈ പേരുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടേക്ക് നമ്മൾ എന്ത് ചെയ്യണം? എടുത്തെഴുതണം. ഓക്കെ, ഇനിയോ താരീഖുൽ മീല, അത് വളരെ എളുപ്പത്തിൽ കണ്ടെത്താം. കാരണം അവിടെ ജനിച്ച വർഷം കൊടുത്തിട്ടുണ്ടാവും, അല്ലേ? ജനിച്ച വർഷം കൊടുത്തിട്ടുണ്ടാവും. ഈ ജനിച്ച വർഷത്തിനോട് ചേർന്നിട്ട് ഒന്നെങ്കിൽ വർഷം മാത്രം ഉണ്ടെങ്കിൽ വർഷം മാത്രം എടുത്ത് എഴുതിയാൽ മതി. ചിലപ്പോൾ അതിനോട് ചേർന്നിട്ടുണ്ടാകാം. മിൻ ഷഹരി ഫി സാനിയ മിൻ ഷഹരി ഒക്ടോബർ, അല്ലേ? ഒക്ടോബർ 2 ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ ഈ വർഷത്തിനോട് ചേർന്നിട്ട് എന്തുണ്ടാവും? അത് ജനിച്ച ഡേറ്റ് ഉണ്ടാകാം, അല്ലെങ്കിൽ വർഷം അവിടെ ചോദിക്കാം. അപ്പോൾ അതവിടെ ഫില്ല് ചെയ്യാം. പിന്നെ മക്കാനാണ്, അത് അതിനോട് ചേർന്നിട്ടുണ്ടാവും. ഉണ്ടാവും, അതിനോട് ചേർന്നിട്ട് തന്നെ ഇവിടെ ഉണ്ടാവും ജനിച്ച സ്ഥലവും ഉണ്ടാവും. ഓക്കെ, ഇനി നമുക്ക് കിട്ടുന്നത് മൻസീബാണ്. മൻസീബ് ചിലപ്പോൾ മൻസീബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥാനാണല്ലോ. അത് മിക്കവാറും ആ പാരഗ്രാഫിൻ്റെ സെൻറ്ററിലോ അല്ലെങ്കിൽ ലാസ്റ്റിലായിട്ട് മിക്കവാറും ചോദിക്കൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അദ്ദേഹം ആയിരുന്നു എന്ന് പറഞ്ഞിട്ട്, അദ്ദേഹം ഒരു പദവിയിൽ ഇരുന്ന ആളായിരുന്നു. മിക്കവാറും കാന കൊണ്ട് തുടങ്ങുന്ന ഒരു സെൻറ്റൻസ് ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം? അദ്ദേഹം ഇവിടെ അബുൽ വത്തൻ, രാഷ്ട്രപിതാവ്, അല്ലേ? രാഷ്ട്രപിതാവായിട്ട് അദ്ദേഹം അറിയപ്പെടുന്നു എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് എന്ത് ചെയ്യും? അങ്ങനെ അബുൽ വത്തനുൽ ഹിന്ദി. ഓക്കെ, അപ്പോൾ അവിടെ ഇതിൻ്റെ ആൻസർ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അത് ഈ മൻസിബ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഏതെങ്കിലും സ്ഥാനത്ത് ഇരുന്നതോ ഏതെങ്കിലും സ്ഥാനം വഹിച്ചതോ അല്ലെങ്കിൽ പദവി ഉണ്ടായതുമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അത് മിക്കവാറും ആ പാരഗ്രാഫിൻ്റെ ലാസ്റ്റ് ഭാഗത്ത് സെൻട്രലായിട്ട് കാണാൻ തുടങ്ങുന്ന ഭാഗത്തായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അത് കണ്ടെത്തിയതാണ്. ഇനി ബാക്കിയുള്ളത് വളരെ എളുപ്പമാണ്. എന്താണ്? വഫാത്ത് ഇതിനെക്കുറിച്ച് എപ്പോഴും എല്ലാവരെ കുറിച്ച് പറയുമ്പോഴും എപ്പോഴും ഏറ്റവും ലാസ്റ്റിലായിരിക്കും അത് പറയാം കേട്ടോ. അതിനെന്തുണ്ടാവും? വഫാത്ത് മനസ്സിലാക്കാൻ ഈ വേർഡ് നമ്മൾ നോട്ട് ചെയ്യുക. എന്നാൽ തൂഫിയ എന്നാണ് മരിച്ചതിനെ കുറിച്ച് പറയാം. മരണപ്പെട്ടു. അവിടെ വർഷം ഉണ്ടാവും, മരിച്ച വർഷം ഉണ്ടാവും. അതിനോട് ചേർന്നിട്ട് മരിച്ച ഡേറ്റ് ഉണ്ടാവും. അപ്പോൾ താരീഖുൽ മീലാദായി, അതിനോട് ചേർന്നിട്ട് മരിച്ച സ്ഥലം ഉണ്ടാവും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അപ്പോൾ മക്കാനുൽ മീലാദും ആയിട്ടോ, മക്കാനുൽ മീലാദും ആയി. ക്ലിയർ ആയോ? യെസ്. അപ്പോൾ ഇങ്ങനെ വളരെ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ ബയോഡാറ്റ ഒരാൾ പ്രൊഫൈൽ തന്ന് പാരാഗ്രാഫ് തന്നിട്ട് ഇത് ഫില്ല് ചെയ്യാൻ പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? ഫില്ല് ചെയ്യണം. 4 മാർക്കിനോ 3 മാർക്കിനോ നിർബന്ധമായി വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ വീഡിയോ തന്നെ ഒരു മോഡലിന് വേണ്ടിയിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നന്നായി മനസ്സിലാക്കുക. ഇതേപോലെ വേറെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക, ഫുൾ മാർക്ക് സ്കോർ ചെയ്യുക. ഓക്കെ, അസ്സലാമു അലൈക്കും.